ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ പ്രിയനായവനിൽ തിരഞ്ഞെടുത്ത പിതാവായ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും അർപ്പിക്കുന്നു. നമ്മുടെ ദൈവവും കർത്താവുമായവന് ഇന്ന് രാത്രിയിലും നമ്മുടെ കൂടിവരവിലൂടെ മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ആദരണീയരായി കൂടി വന്നിട്ടുള്ള കർത്താവിന്റെ ദാസന്മാർ, മറ്റെല്ലാ വിശുദ്ധന്മാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ നമ്മുടെ കർത്താവിന്റെ നാമത്തിൽ നമുക്ക് ഇന്ന് രാത്രി കൂടുവാൻ അവസരം ദൈവം തന്നല്ലോ. ഈ മാസത്തിന്റെ അവസാനത്തെ ആഴ്ചയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. ഇന്നലെ നമ്മുടെയൊക്കെ പ്രാദേശിക സഭകളിൽ അനുഗ്രഹീതമായ ആത്മീയ കൂടിവരവുകൾ നമുക്ക് അനുഭവിപ്പാൻ സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു. കർത്താവ് പിന്നെയും എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മൾ വേഗത്തിൽ തിരിയുകയാണ്. വെളിപ്പാട് പുസ്തകം 18-ാമത്തെ അധ്യായമാണല്ലോ നമ്മുടെ ചിന്താവിഷയം. നമ്മൾ പൊതുവായി ആ അധ്യായത്തെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നമ്മൾ ഏറ്റവും ഒടുവിലായിട്ട് നോക്കിക്കൊണ്ടിരുന്നത് ആ ബാബിലോണിന്റെ നാശം, ഡിസ്ട്രക്ഷൻ എന്നുള്ള വിഷയമായിരുന്നു. ബാബിലോണിന്റെ നാശം. ബാബിലോണിന്റെ നാശവുമായി ബന്ധപ്പെട്ട് അതിന്റെ ചരിത്രമൊക്കെ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭാഗങ്ങളിലേക്ക് ഇനിയും കടക്കുന്നില്ല. ബാബിലോണിന്റെ നാശത്തിനുള്ള കാരണങ്ങളും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിലായി നമ്മൾ കണ്ടത് വിശുദ്ധന്മാരുടെ രക്തം ചിന്തിയ ഒരു പട്ടണം. ധാരാളം വിശുദ്ധന്മാരെ കൊന്നുമുടിച്ച ആ പാപത്തിന്, രക്തപാതകത്തിന് ദൈവം അവളോട് പകരം ചോദിക്കുക. വിശുദ്ധന്മാർ, പ്രത്യേകിച്ച് ക്രൈസ്തവ വിശുദ്ധന്മാർ, പ്രതികാര നടപടികൾ ആഗ്രഹിച്ചില്ല. അവരത് ചെയ്യാൻ മുതിർന്നതുമില്ല. പക്ഷേ വിശുദ്ധന്മാർ അത് വിട്ടുകളഞ്ഞു, ക്ഷമിച്ചു എന്ന് കരുതി ദൈവം ക്ഷമിക്കണം എന്നില്ല. ഈ കഴിഞ്ഞിടയ്ക്ക് അടുപ്പിച്ച് 2-3 വ്യക്തികളിൽ നിന്ന് കൺവെൻഷനുകളിൽ തന്നെ ഞാൻ കേട്ട ഒരു കാര്യം എനിക്ക് രസകരമായിട്ട് തോന്നി. ഏറ്റവും ഒടുവിൽ ഞാൻ ഇന്നലെയോ മിനിയാന്നോ കേട്ടത് ഒരു പ്രസംഗകന്റെ പ്രസംഗം. കഴിഞ്ഞ ആഴ്ച നാട്ടിൽ നടന്ന കൺവെൻഷനുകളിൽ ഒന്നിൽ പ്രസംഗിച്ചൊരു പ്രസംഗമാണ്. അതിനകത്ത് പറഞ്ഞു, താല്പര്യമൊക്കെ പറയുന്നുണ്ട്, അവിടെ ഒരു സുവിശേഷകനെ ചില ക്രിസ്തുവിരോധികൾ കയ്യേറ്റം ചെയ്തു, അടിച്ചു. അദ്ദേഹം പതിയെ ബൈബിള് താഴോട്ട് വെച്ചിട്ട് ഈ അടിക്കാൻ വന്ന 5-6 പേരുണ്ടായിരുന്നു. ഈ 5-6 പേരെയും തൊഴിച്ചോ ചവിട്ടിയോ ഒക്കെ താഴെയിട്ടു. ഈ 5-6 പേര് നോക്കിയിട്ടും ഈ ഒരാളിനോട് എതിർത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് നിലത്തുനിന്ന് എഴുന്നേറ്റ് വന്നിട്ട് കുമ്പിട്ട് കൈകൂപ്പി പറഞ്ഞു, പാസ്റ്റർ ക്ഷമിക്കണം, നിങ്ങൾ പാസ്റ്റർ ആണെന്ന് വിചാരിച്ച ഞങ്ങള് ഉപദ്രവിക്കാൻ ശ്രമിച്ചത്, പക്ഷെ ഈ പരിപാടി ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ 2-3 പേര് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കകം
ഇങ്ങനെയുള്ള സന്ദർഭം, ഈ സാഹചര്യങ്ങൾ പറയുന്നത് കേട്ടു. എനിക്കത് രസകരമായിട്ട് തോന്നി, അത്രേ ഉള്ളൂ. അത് പക്ഷേ ക്രിസ്തീയ മാർഗം അല്ല. അത് ക്രിസ്തീയ മാർഗം അല്ല. നമ്മൾക്ക് ചോരത്തിളപ്പൊക്കെ ഉണ്ടാവും. ഇപ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ പല സ്ഥലങ്ങളിലും നടക്കുന്ന ക്രിസ്ത്യാനികൾക്കെതിരായ അക്രമങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മുടെ രക്തം തിളയ്ക്കും. അത് പാടില്ലാത്തതാണ്. അങ്ങനെ വരുന്നത് ക്രൈസ്തവ്യമല്ല. അവരെ സ്നേഹിക്കാനും അവരോട് പൊറുക്കാനും ഒക്കെ കഴിയണം. യേശുക്രിസ്തുവിന്റെ മരണസമയത്തും സ്തേഫാനോസിന്റെ മരണസമയത്തും ഒക്കെ അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ നമുക്കറിയാം. അതേ മാതൃകയാണ് നമുക്കും പിൻപറ്റേണ്ടത്. പക്ഷേ നമ്മൾ ക്ഷമിച്ചു എന്നതുകൊണ്ട് ക്രിസ്തീയ പീഡയനുഭവിക്കുന്നവർ, പീഡിപ്പിക്കപ്പെടുന്നവർ പീഡകരോട് ക്ഷമിച്ചു എന്ന് കരുതി ദൈവം അത് ക്ഷമിക്കണം എന്നില്ല. അവർ മാനസാന്തരപ്പെട്ടാൽ തീർച്ചയായും ദൈവം അവരോട് ക്ഷമിക്കും. ഉദാഹരണം ശൗല് തന്നെയാണല്ലോ. സഭയെ ഉപദ്രവിച്ചവനാണ്, മുടിച്ചു കളഞ്ഞവനാണ്. പക്ഷേ താൻ സത്യം മനസ്സിലാക്കി. പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഞാൻ അറിയായ്മയിൽ ചെയ്തു പോയതാ. അത് ദൈവം ക്ഷമിക്കും. ഇവിടെ വിശുദ്ധന്മാരെ നൂറ്റാണ്ടുകളായി, അല്ല സഹസ്രാബ്ദങ്ങളായി, ആയിരക്കണക്കിന് വർഷങ്ങളായി വിശുദ്ധന്മാരെ പീഡിപ്പിച്ച ഈ രാജ്യത്തെ, ഈ പട്ടണത്തെ, ഈ ജനതയെ, എന്നിട്ടും മാനസാന്തരപ്പെട്ടിട്ടില്ലാത്ത ഈ ജനതയെ ദൈവം ഇവിടെ ശിക്ഷിക്കുന്നു. ശിക്ഷിക്കുമ്പോൾ അവരുടെ രക്തപാതകവും ശിക്ഷയ്ക്കുള്ള ഒരു കാരണമായി തിരുവെഴുത്ത് എടുത്തു പറയുന്നു. എനിക്ക് ഓർമ്മ വരുന്നത് ഇസ്രായേലിന്റെ മരുഭൂയാത്രയിൽ ഉണ്ടായ ഒരാഴ്ചത്തെ കാലതാമസത്തെ കുറിച്ച്. അറിയാമല്ലോ, അവരുടെ യാത്ര ഒരാഴ്ച മുടങ്ങാൻ കാരണമായത് മോശയുടെ ചേച്ചി മിരിയാമിന്റെ പാപം. മോശയുടെ ഭാര്യ കറുത്ത നിറമുള്ളവളാണെന്നും പറഞ്ഞ്, കൂശ്യ സ്ത്രീയാണെന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കി, കുടുംബകലഹം ഉണ്ടാക്കി. നാത്തൂൻ പോരിന്റെ ആരംഭം അവിടെ ആയിരിക്കാം. പക്ഷെ ദൈവം വിഷയത്തിൽ ഇടപെട്ടു. നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ പോലീസ് നേരിട്ട് കേസെടുക്കുക, കോടതി നേരിട്ട് കേസെടുക്കുക എന്നൊക്കെ നമ്മൾ അടുത്തിടയ്ക്കൊക്കെ ധാരാളം കേൾക്കുന്ന ഒരു പ്രയോഗമാണ്. പോലീസ് അല്ലെങ്കിൽ കോടതി നേരിട്ട് കേസെടുക്കുക. വേറെ ആരും പരാതി കൊടുത്തിട്ടല്ല. ഇതുപോലെ ഈ കാര്യത്തിൽ ദൈവം നേരിട്ട് ഇടപെട്ടു. തന്റെ ചേച്ചി ആയതുകൊണ്ട്, താൻ സൗമ്യനായതുകൊണ്ടും മോശ ദൈവത്തോട് പറഞ്ഞ, കർത്താവ് വിട്ടുകളഞ്ഞേരും, കുഴപ്പമില്ല, എനിക്ക് പ്രശ്നമില്ല. മോശ ക്ഷമിക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ ദൈവം ക്ഷമിച്ചില്ല. ദൈവം ചോദിച്ചു, അവളുടെ അപ്പൻ അവളുടെ മുഖത്ത് തുപ്പിയെങ്കിൽ 7 ദിവസം ലജ്ജിച്ചിരിക്കില്ലയോ? അതുകൊണ്ട് മോശ ക്ഷമിച്ചുകളയ എന്ന് പറഞ്ഞിട്ട് പോലും മോശയ്ക്കെതിരായി, അല്ലെങ്കിൽ മോശയുടെ ഭാര്യയ്ക്കെതിരായി സ്വന്തം ചേച്ചി ചെയ്ത അകൃത്യത്തെ ക്ഷമിക്കാൻ ദൈവത്തിന് മനസ്സായില്ല. സ്തോത്രം. ഇവിടെ അതിൻ്റെ ഒരു പാരമ്യമാണ് കാണുന്നത്. Here we see a climax that even the Christian saints may forgive their persecutors.
their oppressors and suppressors. It's not necessary that God may forgive them. Here with Babylon also, the persecuted saints might have had forgiven them, but God is not forgiving, but instead God is avenging for their shed blood. ഇന്നും അങ്ങനെ തന്നെയാകട്ടോ. നമ്മൾ ക്ഷമിച്ചെന്ന് കരുതി ദൈവം ക്ഷമിക്കണമെന്നില്ല. ദൈവം ക്ഷമിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ദൈവമക്കൾ എന്ന നിലയിൽ നമുക്ക് എതിരായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന പറയുന്ന വ്യക്തികളോട് ക്ഷമിക്കുക എന്നേ ഉള്ളൂ. സ്തോത്രം. രക്തപ്രതികാരമാണ് ചെയ്തത്. അങ്ങനെയുള്ള 4-5 കൂട്ടം കാര്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. ഇത്രയുമൊക്കെ പറഞ്ഞതിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമായിട്ടുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കാം. ഒന്നുമില്ല എന്ന് കരുതട്ടെ. സ്തോത്രം. നമുക്ക് ഇവിടെ കണ്ടു ഇവളുടെ നാശം എത്ര വേഗമായിരുന്നല്ലേ. ഒറ്റ ദിവസം കൊണ്ട്, പിന്നെ പറയുന്നു ഒറ്റ മണിക്കൂർ കൊണ്ട്. നമുക്കതിന് ചരിത്രത്തിൽ ഒരു ചെറിയ തെളിവുണ്ട്. നമുക്കറിയാവുന്ന ബാബിലോണ്യ സാമ്രാജ്യത്തിന്റെ നാശം എത്ര പെട്ടെന്നായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. വേദപുസ്തകത്തിൽ പറയുന്ന ബാബിലോണ്യ സാമ്രാജ്യത്തിന്റെ പതനം എത്ര പെട്ടെന്നായിരുന്നുവെന്ന് ഓർക്കുന്നുണ്ടല്ലോ. ഒറ്റ രാത്രിയുണ്ട്. ഒറ്റ രാത്രി. ദാനിയേൽ 5-ാമത്തെ അധ്യായത്തിലാണ്. സ്തോത്രം. ആ രാത്രിയിൽ തന്നെ. ആ രാത്രിയിൽ തന്നെ. ഏത് രാത്രിയിൽ? അവര് കുടിച്ചു മത്തരായിട്ടിരുന്നു സമയത്ത്. അവര് കുടിച്ചു മത്തരായി ദൈവാലയത്തിലെ പാത്രങ്ങൾ കുടിക്കാൻ വേണ്ടി എടുത്ത് അശുദ്ധമാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ വാൾ റൈറ്റിംഗ്, ഭിത്തിയിൽ പതിഞ്ഞ ദൈവത്തിന്റെ വിരലുകളുടെ എഴുത്ത്, ചുവരെഴുത്ത്, അത് പ്രത്യക്ഷപ്പെട്ട ആ രാത്രിയിൽ ദാനിയേൽ പ്രവാചകൻ അത് ബേൽഷസർ രാജാവിന് തെളിയിച്ചു കൊടുത്ത, വ്യാഖ്യാനിച്ചു കൊടുത്ത ആ രാത്രിയിൽ. താങ്ക് യു. 30-ാമത്തെ വാക്യം. ആ രാത്രിയിൽ, ആ രാത്രിയിൽ തന്നെ എന്താ വായിച്ചത്? കൽദയ രാജാവായ ബെൽഷസർ കൊല്ലപ്പെട്ടു. മേദ്യനായ ദാര്യാവേശ് 62 വയസ്സുള്ളവനായി രാജ്യത്വം പ്രാപിച്ചു. സ്തോത്രം. സന്ധ്യയ്ക്ക് തന്നെ, അല്ലെ സന്ധ്യയാകുന്നതിന് മുമ്പ് തന്നെ കുടി തുടങ്ങി. രാജാവ് തൊട്ട് ഇങ്ങോട്ട് എല്ലാവരും. അവസാനത്തെ കുടിയല്ലേ, അവസാനത്തെ ആയിരുന്നല്ലോ അത്. അതുകൊണ്ട് കർത്താവ് അങ്ങ് അനുവദിച്ചു. ഇനി കുടിക്കാൻ അവസരമില്ലല്ലോ, അങ്ങ് കുടിച്ചു തീർത്തോളൂ. ചിലര് ഈ കുടി, മദ്യപാനം നിർത്താനുള്ളവര് ചിലര് പറയാറുണ്ട്,
ഇന്നും കൂടെ ഉള്ളു കുടി, എന്നാൽ ഇന്നങ്ങ് കുടിച്ചേക്കാന്നും പറഞ്ഞ് കുടിച്ചു തീർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ കുടുംബത്തിലും മദ്യപന്മാരുണ്ടായിരുന്നു. അന്ന് രക്ഷിക്കപ്പെട്ടിട്ടൊന്നുമില്ല. അപ്പൊ ചിലര് ഈവൻ മന്ത്രവാദികൾ പോലും കുടി നിർത്താനുള്ള മന്ത്രവാദം ചെയ്തു കൊടുക്കുന്നത് ചാരായത്തിനകത്ത്. അപ്പം ബുദ്ധിമുട്ടില്ലാതെ അങ്ങ് ഇറങ്ങി പോകട്ടെ എന്ന് വിചാരിച്ചായിരിക്കും. ഇനിയിപ്പം കൂടി നിർത്താൻ പോലെന്നും പറഞ്ഞ് അങ്ങ് കുടിച്ചു തീർക്കുക. ഇവിടെ ഇതുപോലെ ദൈവം ഇവരെ അങ്ങ് അനുവദിച്ചത്. അങ്ങനെ കുടിച്ചു 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 രാജാവ് തുടങ്ങി. രാജാവ് എന്നല്ല വിളിക്കേണ്ടത്, എംപററാണ്, ചക്രവർത്തിയ, സാമ്രാട്ടാണ്. സാമ്രാജ്യം ഭരിക്കുന്നയാള് സാമ്രാട്ട്. താൻ തുടങ്ങി ഇങ്ങോട്ട് വാതിൽ കാവൽക്കാര് വരെ ഉള്ളവര് കുടിച്ചു, മത്തുപിടിച്ചു. മത്തുപിടിച്ചിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ വിരലുകളുടെ എഴുത്ത് ഭിത്തിയിൽ തെളിയുന്നത്. മേനെ മേനെ തേക്കേൽ ഊഫർസി. ഇതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും കുടിച്ചിരിക്കുന്ന ഇവർക്ക് ആകെപ്പാടങ്കലം. കുടികൊണ്ടുപോയ ബോധം ഒരു ഭാഗത്ത്, ഈ ചുവരെഴുത്ത് നിമിത്തം ആവലാതിപ്പെട്ടത് മറുഭാഗത്ത്. നാം വായിക്കുന്നത് ബെൽഷസറിന്റെ ഏപ്പുകൾ ആടിയെന്ന്, അല്ലേ? ഏപ്പ് ആടിപ്പോയി. മൂന്നാമത്തെ സംഗതിയാണ്, അർത്ഥം അറിയാതെ വന്ന കുഴച്ചിലിനപ്പുറമായിരുന്നു ദാനിയേൽ വന്ന് അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോഴത്തെ വാർത്ത സംഭവം. അയ്യോ, സാമ്രാജ്യം കൈവിടപ്പെട്ടു പോവുകയാണോ, ശത്രുക്കൾ ആക്രമിക്കുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ അതിനപ്പുറം. ഈ ആശങ്കകളെല്ലാം കൂടെ ചേർന്ന് വാതിൽ കാവൽക്കാര് പോലും അന്ന് സന്ധ്യയ്ക്ക് അടയ്ക്കേണ്ട നഗരവാതിൽ അടയ്ക്കാതെ തുറന്നിട്ടിരുന്നു. അതുകൊണ്ട് മേദ്യ പേർഷ്യക്കാരുടെ സൈന്യത്തിന് ഈ പട്ടണത്തിലേക്ക് ഇരച്ചു കയറി വരാൻ ഒരു തടസ്സവും ഇല്ലായിരുന്നു. അങ്ങനെ മത്തുപിടിച്ചും ഈ വിധങ്ങളിൽ ആവലാതി പിടിച്ചും ഇരുന്ന ജനം നഗരവാതിൽ പോലും അടയ്ക്കാതെ തുറന്നിട്ടിരുന്നത് കൊണ്ട് മതിലൊന്ന് ഇടിക്കാൻ പോലും നിൽക്കാതെ മേദ്യ പട്ടാളം, പേർഷ്യ പട്ടാളം ഇരച്ചു കയറി ബെൽഷസർ എന്ന ബാബിലോണിന്റെ ഒടുവിലത്തെ രാജാവിനെ കൊല്ലുകയും തന്നോടൊപ്പം ബാക്കിയുള്ളവരെയും കൊന്നു എന്നുള്ളത് സ്വാഭാവികം. ബാബിലോണ്യ സാമ്രാജ്യത്തിന്റെ പതനം ആ രാത്രിയിൽ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഇത് ചരിത്രത്തിൽ നാം കാണുന്ന ഒരു കാര്യമാണ്. പുറകോട്ട് പോയാൽ ആദ്യത്തെ ബാബേൽ ഗോപുരം, ആദ്യത്തെ ബാബേൽ സാമ്രാജ്യം, അതും തകരാൻ അധിക സമയം എടുത്തില്ല. ദൈവം ഇറങ്ങി വന്ന് ഭാഷ കലക്കി. അപ്പോൾ വെളിപ്പാട് 18-ാം അധ്യായത്തിൽ കാണുന്ന അവസാനത്തെ ബാബിലോണ്യ സാമ്രാജ്യത്തിന്റെ അന്തിമമായ പതനം ഒറ്റ ദിവസം കൊണ്ട് അല്ല, ഒറ്റ മണിക്കൂർ കൊണ്ട് എന്ന് എഴുതിയിരിക്കുന്നതിന് മനസ്സിലാക്കാൻ ഈ ചരിത്രത്തിലെ രണ്ട് ബാബിലോണുകളുടെയും പതനം നമുക്ക് ഒരു മാതൃകയാണ്. കാര്യം മനസ്സിലാക്കാണുമല്ലോ. സ്തോത്രം. ലോകത്തെ ഭരിച്ച സാമ്രാജ്യങ്ങളിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സാമ്രാജ്യമാണ് ബാബിലോൺ. അതാണല്ലോ നമ്മൾ ദാനിയേൽ 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ കണ്ട ബിംബത്തിന്റെ തങ്കം കൊണ്ടുള്ള തലയുടെ അർത്ഥമായിട്ട് മനസ്സിലാക്കി. 7-ാമത്തെ അധ്യായത്തിൽ, ദാനിയേൽ 7-ാമത്തെ അധ്യായത്തിൽ ദാനിയേല് കണ്ട സിംഹം, അതും
വിത്ത് ഈഗിൾസ് വിങ്സ്, കഴുകന്റെ ചിറകുകളുള്ള സിംഹം. അതിന്റെ അർത്ഥവും അത് തന്നെ നാം പഠിച്ചിട്ടുണ്ട്. 2-ാം അധ്യായത്തിൽ ബിംബത്തിന്റെ തല നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം. ലോഹങ്ങളിൽ ഏറ്റവും വിലയേറിയത് തങ്കം. മൃഗങ്ങളിൽ ഏറ്റവും ബലമേറിയത് രാജാവായിരിക്കുന്നത് സിംഹം. പക്ഷികളിൽ രാജാവ് അല്ലെങ്കിൽ റാണിയായിരിക്കുന്നത് കഴുകൻ. ഇതെല്ലാം കൊണ്ട് ചിത്രീകരിക്കുന്നത് എന്താണ്? ബാബിലോണ്യ സാമ്രാജ്യമാണ് സകല മാനുഷിക ഭരണകൂടങ്ങളിലും ഏറ്റവും ഉയർന്നത്, 1-ാം സ്ഥാനത്ത്. പക്ഷേ ആ ചരിത്രത്തിലെ 1-ാം സ്ഥാനത്ത് നിന്ന ബാബിലോണ്യ സാമ്രാജ്യത്തിന്റെ നിപതിക്ക്, പതനത്തിന് ഒട്ടും സമയമെടുത്തില്ല. ഒറ്റ രാത്രി കൊണ്ട്, അതും 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന രാത്രിയുടെ ആവശ്യമുണ്ടായില്ല. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തങ്ങളെക്കാൾ താഴ്ന്ന മേദ്യ പേർഷ്യ അവരെക്കാൾ ഉയർന്ന ബാബിലോണിനെ കീഴ്പ്പെടുത്തി. തങ്കത്തെ വെള്ളി തോൽപ്പിച്ചെന്ന്, തലയെ നെഞ്ചും കൈയും തോൽപ്പിച്ചെന്ന്, സിംഹത്തിനെ കരടി കൊന്നു തിന്നെന്ന്. ദാനിയേൽ 2-ഉം 7-ഉം അധ്യായങ്ങൾ അറിയാവുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. നേരത്തെ നമ്മൾ വിവരിച്ചത് കൊണ്ടാണ് ഇപ്പോൾ വിവരിക്കാതെ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയത്. അങ്ങനെ ചരിത്രത്തിലെ പെട്ടെന്നുള്ള ബാബിലോണിന്റെ പതനം 18-ാം അധ്യായത്തിൽ പ്രവചനപരമായി പറയുന്ന ബാബിലോണിന്റെ പെട്ടെന്നുള്ള പതനത്തെ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന ഘടകമാണ്. ഇത്രയും വ്യക്തമായോ? സ്തോത്രം. ഏതാണ്ട് BC 539 സംഭവിച്ച കാര്യമാണിത്. 539 BC-യിൽ സംഭവിച്ച ഒരു കാര്യമാണിത്. ശരി, ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി എങ്കിൽ നമുക്ക് 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങളിൽ മറ്റെന്തെങ്കിലും മനസ്സിലാകാതെ ഉണ്ടോ? അതും കൂടെ നോക്കിയിട്ട് അടുത്ത വാക്യത്തിലേക്ക് പ്രവേശിക്കാം. ഒന്നും കൂടെ നമുക്ക് 1, 2, 3 വാക്യങ്ങളൊന്ന് വായിക്കാമല്ലോ. 18-ാം അധ്യായത്തിൽ നിന്ന് വെളിപ്പാട്. അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അവന്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, വീണുപോയി, മഹതിയാം ബാബിലോൺ വീണുപോയി, ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു. അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പൊളപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു. ഈ ഭാഗങ്ങളിൽ നിന്ന് മറ്റെന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടോ? പതിനെട്ടിന്റെ 1-ൽ നമ്മൾ കണ്ടു, വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ. അപ്പം 17-ാം അധ്യായം വരെ നമ്മൾ കണ്ട ദൂതന്മാർ, പ്രത്യേകിച്ച് 15, 16, 17 അധ്യായങ്ങളിൽ നമ്മൾ കണ്ടത് 7 കലശങ്ങളുള്ള ദൂതന്മാരെ. അവരിൽ നിന്നും വ്യത്യസ്തനായ മറ്റൊരു ദൂതനാണ് ഈ 18-ാം അധ്യായത്തിൽ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അനൗൺസ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ, വിളംബരം ചെയ്യുന്നതുമൊക്കെ
മറ്റൊരു ദൂതൻ. ഈ ദൂതൻ മറ്റുള്ളവരെക്കാൾ ശക്തനാണെന്നുള്ള ഒരു സൂചനയും നമുക്കുണ്ട്. അധികാരമുള്ള ഒരു ദൂതൻ, കൂടാതെ വളരെ തേജസ്സുള്ള ഒരു ദൂതൻ. ദൂതന്മാർക്ക് ശക്തി, അധികാരം, തേജസ്, ഉത്തരവാദിത്വങ്ങൾ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ശുശ്രൂഷ, ഇതിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. എല്ലാ ദൂതന്മാരും ഒരുപോലെയല്ല, എല്ലാ ദൂത സഞ്ചയങ്ങളും ഒരുപോലെയല്ല. അതും നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ പല ദൂത സഞ്ചയങ്ങൾ, ഉദാഹരണത്തിന് ഫൈറ്റിംഗ് ട്രൂപ്സ്, യുദ്ധം ചെയ്യുന്ന ദൂതന്മാർ, ദൂതറിയിക്കുന്ന ദൂതന്മാർ, ദൈവത്തെ സ്തുതിക്കുന്ന ദൂതന്മാർ, സിംഹാസനത്തോട് ചേർന്ന് എപ്പോഴും കാണപ്പെടുന്ന ദൂതവർഗം. പേരുകൾ ഒരുപക്ഷെ വ്യത്യസ്തമായിരിക്കാം. സാരാഫുകളെന്നും കെരൂബുകളെന്നും ദൂതുവാഹികളെന്നും ദൂതന്മാരെന്നും ഒക്കെയുള്ള വിവിധ പേരുകൾ ഇവർക്കുണ്ട്. അവരെയാണ് വിവിധ ദൂത സഞ്ചയങ്ങൾ എന്ന് വിളിച്ചത്. ഏഞ്ചലിക് ബീയിങ്സ്, bunch of group of angels. They have different names, they have different responsibilities, ministries, they have different positions, they differ in their appearance, responsibility, they differ in their authority, in their glory. So angels are different. Even angels in one single group, one single sect, they also differ in glory and authority. And അതിന്റെ തെളിവല്ലേ മീഖായേലിനെ പ്രധാന ദൂതൻ എന്ന് വിളിക്കുന്നത്. പ്രധാന ദൂതൻ. എല്ലാവരും പ്രധാന ദൂതന്മാരല്ല, അവരുടെ അധികാരം അനുസരിച്ച്. അങ്ങനെ അധികാരമുള്ള ഒരു ദൂതനെയാണ് നാം ഇവിടെ കാണുന്നത്. അങ്ങനെയുള്ള എത്രയോ 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 ഇന്യൂമറബിൾ ഏഞ്ചൽസ് ആർ ദയർ. നമുക്കാ ഇന്യൂമറബിൾ കേട്ടോ, ദൈവത്തിനല്ലേ. ഒരുപക്ഷെ ദൂതന്മാരെക്കാൾ കൂടുതലാണ് നക്ഷത്രങ്ങൾ. ദൂതന്മാരെക്കാൾ എണ്ണത്തിൽ കൂടുതലാണ് ആകാശത്തിലെ നക്ഷത്രങ്ങൾ. നക്ഷത്ര ഗാലക്സികളെ ഒക്കെ കുറിച്ച് നമുക്കറിയാം. ഓരോ നക്ഷത്രത്തിന്റെ കൂട്ടങ്ങളിലും എണ്ണമറ്റ നക്ഷത്രങ്ങളുണ്ട്. എന്നാൽ യെശയ്യാ 40-ാം അധ്യായം വളരെ സന്തോഷം തരുന്നതാണ്. ഈ നക്ഷത്രങ്ങളെയെല്ലാം രണ്ട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്നു. 25-ാം വാക്യമാണെന്ന് എൻ്റെ ഓർമ്മ. എടുത്തെങ്കിൽ വായിച്ചു. 25 26. നിങ്ങൾ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്കുവീൻ, ഇവയെ സൃഷ്ടിച്ചത് ആർ? അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെ എല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. അവന്റെ വീര്യമാഹാത്മ്യ നിമിത്തം, അവന്റെ ശക്തിയുടെ ആധിക്യ നിമിത്തവും അവയിൽ ഒന്നും കുറഞ്ഞു കാണുകയില്ല. സ്തോത്രം. കണ്ടോ, പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറയുന്നു. ഈ എണ്ണമറ്റ നക്ഷത്രങ്ങളെയെല്ലാം ദൈവം സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുന്നു. സംഖ്യാക്രമത്തിൽ. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ പേരുണ്ട്, അപ്പോൾ തന്നെ റോൾ നമ്പറും ഉണ്ട്. പോലീസുകാർക്ക് പേരിനേക്കാളും നമ്പരാ.
നമ്മുടെയൊക്കെ സഭകളിൽ ടാലന്റ് ടെസ്റ്റുകൾ കാണും. അതിലും പലയിടത്തും പാർട്ടിസിപ്പൻസിന്, കണ്ടസ്റ്റേഴ്സിന് നമ്പറാ കൊടുക്കുക. ഇത്ര നമ്പർ എന്നാ വിളിക്കുന്നത്, പേരല്ല. അപ്പോൾ എല്ലാറ്റിനും നമ്പറുണ്ട്. നമ്മുടെ വണ്ടികൾക്ക്, മൊബൈലിന് എന്ന് വേണ്ട എല്ലാത്തിനും വീട്ടു നമ്പർ. ഇതുപോലെ ദൈവം നക്ഷത്രങ്ങൾക്കൊക്കെ നമ്പർ ഇട്ടിട്ടുണ്ട്. സംഖ്യാക്രമത്തിൽ അവയെ പുറപ്പെടുവിക്കുന്നു. രണ്ടാമത്തെ കാര്യം പറയുന്നു, അവയ്ക്കെല്ലാം ദൈവം പേരുമിട്ടിട്ടുണ്ട്. പേരുമിട്ട് വിളിക്കുന്നു. മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ വീര്യ മാഹാത്മ്യത്താൽ അവയിൽ ഒന്നുപോലും കുറഞ്ഞു കാണുകയില്ല. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, 100 രൂപയുടെ ചില്ലറ 3 പ്രാവശ്യം എണ്ണിയാൽ മിക്കവാറും 3 സംഖ്യ കിട്ടുന്നു. ആദ്യം എണ്ണിയപ്പം 99 കിട്ടിയ, രണ്ടാമത്തെ പ്രാവശ്യം എണ്ണിയപ്പോ 101. അപ്പൊ സംശയം, ഇതിലേതാ ശരിയെന്ന് പിന്നെ എണ്ണി നോക്കി. നമ്മുടെ ഗതി ഇതാ. പക്ഷേ ദൈവത്തിന് ഇതൊന്നും, ഈ നക്ഷത്രങ്ങൾ സംഖ്യയില്ലാത്തതല്ലെങ്കിൽ പിന്നെ ദൂതന്മാരുടെ കാര്യം പറയണം. എന്നാൽ നമ്മെ സംബന്ധിച്ചാണ് അസംഖ്യം ദൂതന്മാരെന്ന് പറഞ്ഞത്. അസംഖ്യം ദൂതന്മാർ. അപ്പം അങ്ങനെയുള്ള ഒരു അധികാരമുള്ള, ശക്തിയുള്ള, തേജസ് അല്പം കൂടുതലുള്ള ഒരു ദൂതൻ ഇവിടെ വന്നു പറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങളിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. മറ്റൊന്നും ഇല്ലെങ്കിൽ നമുക്ക് 4-ാം വാക്യത്തിലേക്ക് പോകാം. 4-ാം വാക്യം വായിച്ചാട്ടെ. വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങൾ, അവളുടെ ബാധകളിൽ ഓഹരിക്കാർ ആകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവീൻ. സ്തോത്രം. അടുത്തത് മുഴുവനും ഒരു ഖണ്ഡികയാണ്. അതുകൊണ്ട് ആ മുഴുവൻ ഖണ്ഡിക നമ്മൾ വായിക്കുന്നില്ല. 4-ാം വാക്യം മാത്രം നമ്മൾ ഇപ്പോൾ നോക്കുന്നു. വേറൊരു ശബ്ദം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ കണ്ട 18-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ കണ്ട അധികാരമുള്ള ദൂതന്റേതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ശബ്ദം. ദൂതന്റെ ശബ്ദമല്ല, സ്വർഗത്തിൽ നിന്നാണ് കേട്ടത്. ഇത് അവിടുത്തെ ശബ്ദം കേട്ടിട്ട് ആരുടേതാണെന്ന് തോന്നുന്നു? ദൈവത്തിന്റെ. കാരണം സ്വർഗത്തിൽ നിന്നാണ് കേട്ടത്. അതിനേക്കാൾ അവിടെ എന്റെ ജനമായുള്ളവരെ എന്ന ഒരു സംബോധന. അപ്പോൾ വിശുദ്ധന്മാരെ അവിടെ എന്റെ ജനമെന്ന് വിളിക്കുന്ന ആ ഒരു ആളത്വം, ആ ഒരു പേര്, ആ ഒരു വ്യക്തി, അത് ദൈവമാണ് എന്ന് ധരിക്കുന്നതാണ് ഉത്തമം. അപ്പോൾ ദൈവം പറയുന്ന ഒരു കാര്യമാണ്. അന്ന് ജീവിച്ചിരുന്ന വിശുദ്ധന്മാരോട്, വിശുദ്ധന്മാർ ആരാണെന്നൊക്കെ ഉള്ളത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ. 7-ാം അധ്യായത്തിൽ അതിന്റെ വിശദീകരണം നമുക്കുണ്ട്. രണ്ട് തരം വിശുദ്ധന്മാർ, യഹൂദന്മാരിൽ നിന്നുള്ളവരും യഹൂദന്മാരല്ലാത്തവരുമായ വിശുദ്ധന്മാർ.
ആ വിശുദ്ധന്മാരോടും മൊത്തമായി ദൈവം പറയുന്നു, എന്റെ ജനമായുള്ളവരെ, അവളുടെ എന്ന് വെച്ചാൽ ഈ പാപ പങ്കിലയായിരിക്കുന്ന ബാബിലോണിന്റെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, നഗരങ്ങളെയും ദേശങ്ങളെയും സ്ത്രീലിംഗത്തിലാണ് വിളിക്കുന്നത്. ഇവിടെ അതുകൊണ്ടാണ് അവളുടെ എന്ന്, ബാബിലോണിന്റെ എന്നർത്ഥം. അവളുടെ പാപങ്ങളിൽ, അവളുടെ പാപങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു. അവളുടെ പാപങ്ങളിൽ ഓഹരിക്കാരാകാതെ, കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവീൻ. ഇവിടെ വിശുദ്ധന്മാർക്കുള്ള സന്ദേശമാണ്. വിശുദ്ധന്മാരെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടമാണ് ഇവിടെ വെളിപ്പെടുന്നത്. ഇവിടെ പറയുന്നത് അന്ന് ജീവിച്ചിരിക്കുന്ന മഹാപീഡനകാല വിശുദ്ധന്മാരെ കുറിച്ചാണെങ്കിൽ കൂടെ, ഈ 4-ാം വാക്യത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ഹിതം എക്കാലത്തുമുള്ള വിശുദ്ധന്മാരെ സംബന്ധിച്ചുള്ള ദൈവഹിതമാണ്. ദൈവത്തെ അനുസരിക്കാത്തവരുടെ പാപങ്ങളിൽ ദൈവത്തിന്റെ വിശുദ്ധന്മാർ കൂട്ടാളികളാകരുത്. അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, ലോകത്തോടുകൂടെ അവരുടെ പാപങ്ങളിൽ നമ്മൾ കൂട്ടാളികളാകരുത്. 2, പാപ ലോകത്തിന് ദൈവം കൊടുക്കുന്ന ബാധകൾ അഥവാ ശിക്ഷാവിധികളിൽ നമ്മൾ ഓഹരിക്കാരാകരുത്. 3, പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും ശിക്ഷാവിധി അഥവാ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിക്കണമെങ്കിൽ വിശുദ്ധന്മാർ ജീവനോടിരിക്കെ തന്നെ വേർപാടനുഷ്ഠിക്കണം, വിട്ടുപോരേണം. അതിനെയാണ് പെന്തക്കോസ്ത് വേർപാട് സഭകൾ വേർപാടിന്റെ ഉപദേശം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഇത് എക്കാലത്തും ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടാണ്, അവരെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടമാണ്. സ്തോത്രം. ഇത് തിരുവെഴുത്തിൽ നമുക്ക് പലയിടത്തും കാണാം. അതിന്റെ തുടക്കം നോഹ മുതലാണ്. ഈ വേർപാടിന്റെ, അതുമല്ല കുറച്ചും കൂടെ പുറകോട്ട് പോയാൽ സൃഷ്ടിയുടെ ആരംഭത്തിലേ നമുക്ക് കാണാം. എന്നാൽ ഈ കാലത്ത് പൊതുവെ നമ്മള് പ്രസംഗവേദികളിൽ നിന്ന് കേൾക്കുന്ന ഒരു കാര്യമാണ്, ഉപദേശം പറയരുത്. നോ ഡോക്ട്രിൻ, ഡോണ്ട് ടോക്ക് അബൌട്ട് ഡോക്ട്രിൻ ബിക്കോസ് ഡോക്ട്രിൻ ഡിവൈഡ്സ്. ഇതാണ് ഇന്ന് പൊതുവെ കേൾക്കുന്നത്. ഉപദേശം പറയരുത്. ഉപദേശം പറഞ്ഞാൽ വിഭജനം ഉണ്ടാകും. ഈ വിഭജനം ഏറ്റവും ആദ്യം നടത്തിയത് ആരാ? ദൈവം തന്നെയാ. എന്തിന്? ഏത് വിഷയത്തിൽ? God separated light from darkness. Of course. വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർപിരിച്ചു. മനുഷ്യന്റെ സൃഷ്ടിക്ക് മുമ്പ് തന്നെ
ഇരുളിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർപിരിച്ച ദൈവം, വെള്ളങ്ങളെ തമ്മിൽ വേർപിരിച്ച ദൈവം, കരയെയും വെള്ളത്തെയും തമ്മിൽ വേർപിരിച്ച ദൈവം. കണ്ടോ? നോഹയ്ക്ക് മുമ്പ് തന്നെ ഈ വേർപാട് തുടങ്ങി. സൃഷ്ടികളിൽ തന്നെ ദൈവം ഈ വേർപാട് ചെയ്തു. സോ ഗാഡ് ഡിവൈഡ്സ്, ഓഫ് കോഴ്സ്. So doesn't matter doctrine divides. Certainly it does. It should. ഉപദേശം വിഭജിക്കുന്നതാണ്. ആ വിഭജനം ആരോഗ്യകരമായ വിഭജനമാണ്. അത് കൂടിയേ തീരൂ. അത് കൂടിയേ തീരൂ. പഴയ നിയമത്തിൽ നമ്മൾ ഒത്തിരി പ്രസംഗമൊക്കെ കേൾക്കാറുള്ളതാണ്. ഭയങ്കര ആവേശം നമുക്കുണ്ടാക്കുന്ന പ്രസംഗമാണ് ഗിദെയോന്റേത്. ഗിദെയോൻ എത്ര പേരുമായിട്ടാ യുദ്ധത്തിന് പുറപ്പെട്ടത്? 30,000 പേരുമായിട്ട്, 32,000. പക്ഷേ ഞങ്ങൾ ഹിന്ദിയിൽ പറയും ഛാട്ട് ഛാട്ട് കെ छटाई करते करते आखिरी में 300 लोगों में आ गए. 30,000 പേരുമായി പുറപ്പെട്ട ആ വ്യക്തിയെ, ആ പടനായകനെ ദൈവം പല പരീക്ഷാ ഘട്ടങ്ങളിലൂടെ കടത്തിവിട്ടിട്ട് വെറും 300 പേരടങ്ങുന്ന ഒരു കൊച്ചു കൂട്ടമാക്കി മാറ്റി. പറഞ്ഞ് ബാക്കിയുള്ളവരെ വേണ്ട, ഇട്ടേക്കാൻ പറഞ്ഞു. അപ്പോ ദൈവം അങ്ങനെ ചെയ്യുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്നു. അതുകൊണ്ട് ആരോഗ്യകരമായ വേർപാട് കൂടിയേ തീരൂ. അവിടെ നിന്നും ഇങ്ങോട്ട് വരുമ്പോഴാണ് നോഹയുടെ കാര്യം പറഞ്ഞത്. നോഹ പ്രസംഗിച്ചൊക്കെ നടന്നു 100ഓളം വർഷം. ഒടുവിൽ ദൈവം നോഹയെ പെട്ടകത്തിലേക്ക് മാറ്റുന്നു. ദൈവം തന്നെ കിളിവാതിൽ അടയ്ക്കുന്നു. അവിടെ നിന്നും വീണ്ടും മുൻപോട്ട് പോയാൽ വളരെ വ്യക്തമായ വേർപാടിന്റെ അനുഭവം അല്ലെങ്കിൽ വേർപാടിന്റെ കൽപ്പന നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആരോടാണ് നമുക്കറിയാമല്ലോ? അബ്രഹാമിനോട്. സ്തോത്രം. അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. നീ നിന്റെ എന്തൊക്കെ വിട്ടുപോരാനാ പറഞ്ഞേ? പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും. സ്തോത്രം. അവന് സ്വന്തമായിട്ടുണ്ടായിരുന്ന നാടും വീടും വീട്ടുകാരെയും വിട്ടിട്ട് പുറപ്പെടാൻ, എവിടേക്കാ പോകുന്നതെന്ന് പോലും അറിയാതെ അബ്രഹാം പുറപ്പെട്ടു. വീണ്ടും ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അത് പുതിയ നിയമത്തിലും പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 7-ാമത്തെ അധ്യായം ആദ്യത്തെ വാക്യങ്ങളിൽ സ്തെഫാനോസ് പ്രസംഗിക്കുമ്പോൾ പറയുന്നുണ്ട് അബ്രഹാമിന്റെ വിളിയെക്കുറിച്ച്. ഉൽപ്പത്തി 12-ൽ നിന്ന് നമുക്കറിയാം. തേജോമയനായ ദൈവം അബ്രഹാമിന് വെളിപ്പെട്ടിട്ട് അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ തന്നെ ഉൽപ്പത്തി 18-19 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ലോത്തിനെ ദൈവം വേർതിരിക്കുന്നത് കാണാം. ഓടിപ്പോകാൻ പറഞ്ഞു. ഇവൻ ഓടിപ്പോകാതെ ഇങ്ങനെ നിന്നപ്പോ കൈക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. അപ്പോൾ ദൈവവചനത്തിൽ പഴയ പുതിയ നിയമങ്ങളിൽ കാണുന്ന കാതലായ ഒരു ഉപദേശമാണ് വിട്ടുപോരുക. സ്തോത്രം. ഗെറ്റ് ഔട്ട് ഓഫ്, be separated.
ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ, വേർപാടിന്റെ ഉപദേശം. ഉൽപ്പത്തി 19 12 13 വാക്യങ്ങളിലാണ് ലോത്തിനോട് പറയുന്നത്. അവിടെ നിന്ന് വീണ്ടും നാം പോരുമ്പോൾ സംഖ്യാപുസ്തകം 16 അധ്യായത്തിൽ, ഇന്നലെ മറ്റോ നമ്മൾ വായിച്ചെന്ന് തോന്നുന്നു, ഇല്ല ഇന്നലെ മറ്റൊരു മീറ്റിംഗിലായിരുന്നു ഞാൻ പറഞ്ഞത്. നമ്പേഴ്സ് ചാപ്റ്റർ 16, കോരഹും കൂട്ടരും. ദൈവം കേസൊക്കെ എടുത്തു, വിധി പ്രസ്താവിച്ചു, എന്നിട്ട് പറഞ്ഞു ബാക്കിയുള്ളവരോട്, നിങ്ങൾ കോരഹിന്റെയും കൂട്ടരുടെയും കൂടാരങ്ങളിൽ നിന്ന് മാറിപ്പോവുക. 16:23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. നമ്പേഴ്സ് 16:23 to 26. നാം അതുകൂടാതെ യെശയ്യാവിലും യിരെമ്യാവിലും ആ കാര്യം കാണാം. അതിന്റെ ഉദ്ധരണികൾ നമുക്ക് പൗലോസിന്റെ കൊരിന്ത്യർക്കുള്ള 2-ാം ലേഖനം 6-ാം അധ്യായത്തിൽ കാണും. 2-ാം അധ്യായം 6:14 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞ കാര്യം പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുകയാണ്. വിട്ടുപോരാൻ. സ്തോത്രം. അപ്പം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നാം ഒരുപോലെ കാണുന്ന കാര്യമാണ്. ഐശയ്യാ ചാപ്റ്റർ 48 വേഴ്സ് 20, യെശയ്യാവ് 48:20, ജെറമായ 50 വേഴ്സ് 8, യിരെമ്യാവ് 50:8, ജെറമായ 51 വേഴ്സസ് 6 and 45, 51-ാം അധ്യായം യിരെമ്യാവ് 6:45 തുടങ്ങിയുള്ള വാക്യങ്ങൾ. ഇവിടെയെല്ലാം പറയുന്നുണ്ട് എന്താ? വിട്ടുപോരുവീൻ. ആ കാര്യം പൗലോസ് എടുത്തു പറയുകയാണ് 2 കൊരിന്ത്യർ 6-ാം അധ്യായം 14 മുതൽക്കുള്ള വാക്യങ്ങൾ. അവിടെയും പുതിയ നിയമ സഭയോട് പറയുന്നു, ബിംബാരാധന വിട്ടോടുവീൻ. തിമോഥിയോസിനോട് 1 തിമോഥിയോസ് 6:11 പൗലോസ് പറയുന്നു, ദ്രവ്യാഗ്രഹം തുടങ്ങിയുള്ള പാപങ്ങൾ വിട്ടോടുവീൻ. അപ്പൊ പുതിയ നിയമത്തിലും ആവർത്തിച്ച് നാം കാണുന്ന, പുതിയ നിയമ സഭയോടുള്ള ബന്ധത്തിലും നാം കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സൃഷ്ടികളിൽ തുടങ്ങി ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധന്മാർ വരെയുള്ളവരോട് ദൈവം കാലാകാലങ്ങളിൽ പറഞ്ഞിട്ടുള്ള സംഗതിയാണ് ഈ വേർപാട്. അപ്പോസ്തലപ്രവൃത്തികൾ 2:38 മുതൽക്കുള്ള വാക്യങ്ങളിൽ നിന്നാണല്ലോ ദൈവസഭയുടെ ഉപദേശങ്ങളെ കുറിച്ചുള്ളത് നാം കാണുന്നത്. പ്രധാനപ്പെട്ട 3 ഉപദേശങ്ങൾ അവിടെയുണ്ട്. 7 നമ്മൾ പറയാറുള്ളത്. നാക്കു പിഴച്ചതല്ല, 3 ഉപദേശങ്ങൾ. നമ്മൾ പൊതുവെ 7 അവിടെ പറയുന്നത്. അങ്ങനെ വെച്ച് നോക്കിയാൽ 8 ഉണ്ട്. നമുക്ക് 7 വേണ്ടത് കൊണ്ട് അതിനെ അങ്ങ് 7 ആക്കിയതാണ്. സംശയത്തിലാക്കിയ ഞാൻ. എന്തൊക്കെയാ നമ്മൾ അവിടെ കാണുന്ന 7
അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ മാനസാന്തരം, പിണങ്ങിയോ നിങ്ങളെ ഞാൻ പറഞ്ഞപ്പോഴത്തെ? ബാപ്റ്റിസം, സ്നാനം, ബാപ്റ്റിസം, ഫെലോഷിപ്പ്, അതിനു മുമ്പുണ്ട് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്, സെപ്പറേഷൻ അഥവാ വേർപാട്. ഇപ്പൊ എത്ര എണ്ണമായി? 4. 4. മാനസാന്തരപ്പെടുവീൻ എന്ന് പത്രോസ് പറഞ്ഞു, സ്നാനപ്പെടുവീൻ എന്ന് പത്രോസ് പറഞ്ഞു. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും എന്ന് പത്രോസ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വേറെയും പല കാര്യങ്ങളും പറഞ്ഞ് ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ. അതിനെയാണ് നമ്മൾ വേർപാടിന്റെ ഉപദേശം, രക്ഷിക്കപ്പെടുവീൻ. സേവ് യുവർ സെൽഫ്, സെറ്റ് യുവർ സെൽഫ് എപ്പാർട്ട്. നിങ്ങളെ തന്നെ വേർതിരിപ്പീൻ എന്നാണ് അതിന്റെ അർത്ഥം. അതിൽ നിന്നാണ് വേർപാടിന്റെ ഉപദേശം. 4 എണ്ണം ആയല്ലോ. 40-ാം വാക്യം വരെ 38, 39, 40 വാക്യങ്ങളിൽ 4 കാര്യങ്ങൾ. പിന്നെ 42-ാമത്തെ വാക്യത്തിൽ Apostolic teachings, they Fellowship. devoted themselves to apostles' teaching, fellowship, breaking of bread, prayer. എത്ര എണ്ണമായി? 4. 8. ആദ്യത്തെ 4, ഇപ്പോഴത്തെ 4. എത്ര എണ്ണമായി മൊത്തം? 8. പക്ഷെ നമ്മൾ ഇതിനെയെല്ലാം കൂടെ എത്ര എണ്ണമാക്കി? 7. കാരണം നമുക്ക് 7 വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഇതിനെ 7 ആക്കിയത്. എന്നാൽ ഈ 8 എണ്ണത്തിൽ എത്ര ഉപദേശങ്ങളുണ്ട് അവിടെ? കമാൻഡ്, ഇംപറേറ്റീവ് ആയിട്ടുള്ളത്, ആജ്ഞാരൂപത്തിലുള്ള എത്ര ഉപദേശങ്ങളുണ്ട്? അവയെ നമ്മൾ ഉപദേശങ്ങൾ എന്ന് എടുക്കുന്നത്. മൂന്നേ ഉള്ളൂ. മാനസാന്തരപ്പെടുവീൻ, സ്നാനപ്പെടുവീൻ, പിന്നെ Save yourself from this generation. രക്ഷിക്കപ്പെടുവീൻ അല്ലെങ്കിൽ വേർപെടുവീൻ. ഈ 3 അവിടെ ഉപദേശമുള്ളൂ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അത് ഉപദേശമാണോ വാഗ്ദത്തമാണോ? പ്രോമിസ്. ഇറ്റ്സ് എ പ്രോമിസ്, വാഗ്ദത്തം. 42-ാം വാക്യത്തിൽ പറയുന്നത് ഉപദേശമാണോ, അവരാചരിച്ചു വന്ന കാര്യമാണോ? Whether they are doctrine or their practices in verse number 42. Practice. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ 7 അല്ല 8 കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനകത്ത് 3 എണ്ണമേ ഉപദേശമുള്ളൂ. അതിൽ ഒന്നാണ് വേർപാട് എന്നുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് പുതിയ നിയമസഭയുടെ തുടക്കത്തിൽ തന്നെ, എന്തിനേറെ ആദ്യത്തെ സ്നാനത്തിനും മുമ്പേ പത്രോസ് കൂടി വന്നവരെ പ്രബോധിപ്പിച്ച് ഉപദേശിച്ച കാര്യമാണ് വേർപാടനുഷ്ഠിക്കുക. Praise God. അടിസ്ഥാന വേദോപദേശങ്ങൾ 7 അല്ലുള്ളത്, 25 എണ്ണമെങ്കിലും ഉണ്ട്. അതിപ്പോൾ നമ്മുടെ വിഷയം അല്ലാത്തത് കൊണ്ട് അവിടേക്ക് പോകുന്നില്ല. നമ്മൾ അടിസ്ഥാന വേദോപദേശങ്ങളായിട്ട് ഈ
അപ്പോസ്തല പ്രവർത്തികൾ 2:37 അല്ലെ 38 തൊട്ട് 42 വരെയുള്ള 4-5 വാക്യങ്ങൾ എടുക്കുന്നേ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. പുതിയ നിയമ സഭയ്ക്ക് ദൈവം കൊടുത്ത ഉപദേശങ്ങൾ, അടിസ്ഥാന ഉപദേശങ്ങൾ എല്ലാം കൂടെ ഈ 5-6 വാക്യത്തിൽ മാത്രമേ ഉള്ളോ? അല്ല, പുതിയ നിയമം മൊത്തം ഉണ്ട്. അത് ദൈവം അഥവാ ബൈബിൾ എന്ന ഉപദേശം തുടങ്ങി ഏറ്റവും അടിസ്ഥാനപരമായ ആദ്യത്തെ ഉപദേശം ബൈബിളാകട്ടോ. കുറച്ചു നാളായി ഞാൻ പറഞ്ഞിട്ട്, അതുകൊണ്ടൊന്ന് ആവർത്തിച്ചാൽ കുഴപ്പമില്ലായിരിക്കും. എന്തിനേറെ പറയുന്നു, നമ്മുടെയൊക്കെ സഭകളിൽ നമ്മളൊക്കെ ഉൾപ്പെട്ട് നിൽക്കുന്ന വിവിധ പ്രസ്ഥാനങ്ങളാണ്, സഭാ സംഘടനകളാണ്. ഈ ഓരോ സംഘടന, ഇതിൽ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് അടിസ്ഥാന ഉപദേശം 7 മാത്രമുള്ള സംഘടനയുണ്ട്? ഒന്ന് പറയണേ. ഒരു സംഘടനയില്ല. ഞാന് ചർച്ച് ഓഫ് ഗോഡ് എന്ന സംഘടനയിൽപ്പെട്ടയാളാ. ആ സംഘടനയുടെ ശുശ്രൂഷകനല്ല, ആ സംഘടനയിൽ ദൈവത്തിന്റെ ശുശ്രൂഷകനാണ്. വ്യത്യാസം മനസ്സിലാക്കാണല്ലോ. ചിലരൊക്കെ പറയും ഇന്ന ആള് ചർച്ച് ഓഫ് ഗോഡിന്റെ ശുശ്രൂഷകന അല്ല, IPCയുടെ ശുശ്രൂഷകനോ. IPCയിലോ ചർച്ച് ഓഫ് ഗോഡിലോ ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിന്റെ ശുശ്രൂഷകൻ, അതേ പറയാവൂ കേട്ടോ. അപ്പൊ ഞാന് ചർച്ച് ഓഫ് ഗോഡ് എന്ന സംഘടനയിലാണ് നിന്ന് ശുശ്രൂഷിക്കുന്നത്. ഈ സംഘടനയിൽ 7 അല്ല 14 എണ്ണമാണ് അടിസ്ഥാന വേദോപദേശം. ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ബൈലോയിൽ കൊടുത്തിട്ടുള്ള കാര്യം. ഈ വിഷയം ഇവിടെ പറയേണ്ടതല്ലെങ്കിലും ഇത്രയും പറഞ്ഞതുകൊണ്ട് ആർക്കെങ്കിലും സംശയം വന്നാലോ എന്ന് കരുതി ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അതുപോലെ നമ്മുടെ എല്ലാം ഓരോ സംഘടനകളിലും ബൈലോ, നമ്മുടെ നിയമാവലി, അതിനകത്ത് ആദ്യ പേജുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. 7 എണ്ണമല്ല അവിടെ കൊടുത്തിട്ടുള്ളത്. ഈ പറഞ്ഞതുപോലെ 14 13 ഒക്കെ ഉണ്ട്. അപ്പം ആ ഉപദേശങ്ങളെല്ലാം കൂടെ ചേരുന്നതാണ് അടിസ്ഥാന വേദോപദേശങ്ങൾ, പുതിയ നിയമത്തിന്റെ ആകത്തുക. അതിൽ ഏറ്റവും ഒന്നാമത്തേതാണ് എന്തിനെ പറ്റിയുള്ള ഉപദേശം? In the verbal inspiration. Yes, the plenary verbal inspiration of the Bible. അതിനെക്കുറിച്ച് നമ്മൾ സാധാരണ പറയുന്നതാണ്. അത് ഞാൻ പറഞ്ഞത് കുറെ നാളായി പറഞ്ഞിട്ടെന്ന്. We believe in the inspiration, infallibility, immutability, okay, inerrancy, accuracy, authority, sufficiency of the Bible as the inspired word of God. സ്തോത്രം. മനസ്സിലാക്കാണല്ലോ. അവിടെ നിന്നും തുടങ്ങും, ബൈബിളിൽ നിന്ന് തുടങ്ങും. എന്താ നമ്മൾ വിശ്വസിക്കുന്നത്? നമ്മുടെ വിശ്വാസത്തിന്റെ ആദ്യത്തെ അടിസ്ഥാന കല്ലെന്ന് പറയുന്നത് വേദപുസ്തകം. വേദപുസ്തകം അക്ഷരീകമായി ദൈവശ്വാസീയവും അനശ്വരവും മാറ്റമില്ലാത്തതും അപ്രമാദിത്വമുള്ളതും ആധികാരികവും കൃത്യതയാർന്നതും നമ്മുടെ രക്ഷയ്ക്ക് പര്യാപ്തവുമായ ദൈവവചനമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലാത്ത 1-2 കാര്യങ്ങൾ കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്.
ആക്യുറസിയും അതോറിറ്റിയും പണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലാത്തതാണ്. അതും കൂടെ ചേർക്കണമെന്ന് എനിക്ക് തോന്നി. അടിസ്ഥാന ഉപദേശങ്ങൾ അവിടെ നിന്നും തുടങ്ങിയിട്ട് നിത്യത എന്ന വിഷയം വരെ അതിങ്ങനെ പോകും. മറ്റേതെങ്കിലും സന്ദർഭത്തിൽ നമുക്ക് കർത്താവ് അവസരം തന്നാൽ അതിനെ കൂടുതലായിട്ട് പറയും. ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നോട്ടെ. അപ്പോൾ ഇവിടെ 4-ാം വാക്യത്തിൽ വെളിപ്പാട് 18:4 ദൈവം അന്ന് ജീവിച്ചിരുന്ന വിശുദ്ധന്മാരോട് പറയുന്നു. എന്താണ്? ബാബിലോണിന്റെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെ അവൾക്ക് ദൈവം വരുത്തുന്ന ബാധകളിൽ അഥവാ ന്യായവിധികളിൽ അഥവാ ശിക്ഷാവിധികളിൽ ഓഹരിക്കാരാകാതെ നിങ്ങൾ എന്ത് ചെയ്യുക? വിട്ടുപോരുക, അവളിൽ നിന്നും വേർപെട്ടിരിക്കുക. വേർപാടിന്റെ ഉപദേശം വേദപുസ്തകത്തിൽ ഉൽപ്പത്തി 1-ാം അധ്യായം മുതൽ, സൃഷ്ടിപ്പിന്റെ സമയം മുതൽ വെളിപ്പാട് പുസ്തകം വരെ വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ മൂല്യവത്തായതാണ്. മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടെ ആവർത്തിച്ചോട്ടെ, മറവി കൊണ്ടല്ല, വിഷയത്തിന്റെ പ്രസക്തി കൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു. ചിലർക്കെങ്കിലും ഒരു പക്ഷെ ഓർമ്മ കാണുമായിരിക്കും. ഇന്നത്തെ പ്രശ്നം ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. വേർപാടില്ലാത്ത വിശുദ്ധി, ശക്തി, വിശുദ്ധി, വേർപാട്, വ്യത്യാസം, ഈ 4 ഘടകങ്ങളെ നമ്മൾ കൂട്ടിയിണക്കി പറഞ്ഞിട്ടുണ്ടായി. ശക്തിക്ക് വിശുദ്ധി വേണം, വിശുദ്ധിക്ക് വേർപാട് വേണം, വേർപാടിൽ വ്യത്യസ്തത വേണം. മനസ്സിലായോ? ഇവിടെ കൂടെ ഉണ്ടോ എല്ലാവരും? ഉണ്ട്, മനസ്സിലായി. പക്ഷേ എനിക്കത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വേണം. ദൈവവചനപ്രകാരം ശക്തി, ഇവൻ ദൈവത്തിന്റെ പോലും ശക്തിക്ക് നിദാനം എന്താണ്? അടിസ്ഥാനം എന്താണ്? What is the very foundation even of the power of God? സ്തോത്രം. ഹോളിനെസ് ആണ്. ദൈവത്തിന്റെ ശക്തിക്ക് പോലും അടിസ്ഥാനമായിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് വിശുദ്ധിയില്ലാത്ത ശക്തി ദൈവീകമല്ലെന്ന്. അപ്പം ശക്തി, വിശുദ്ധി, വേർപാട്, വ്യത്യസ്തത, പവർ, പ്യൂരിറ്റി or holiness, separation, difference. These are the 4 things united together. Power without holiness is not God's power. If you are holy, then you have to be separate. Without separation, there is no holiness as per the Bible. If you are separated, then you have to be different. അപ്പോൾ വ്യത്യാസമില്ലാത്ത വേർപാടും വേർപാടില്ലാത്ത വിശുദ്ധിയും
വിശുദ്ധിയില്ലാത്ത ശക്തിയും ഇന്നത്തെ ഒരു പൊതുരീതിയാണ്. അത് പക്ഷെ വേദപുസ്തകത്തിന്റെ രീതിയല്ല. ബൈബിളിന്റെ രീതിയാണെങ്കിൽ എന്തൊക്കെയാ വേണ്ടത്? വിശുദ്ധിയുള്ള ശക്തി, വേർപാടുള്ള വിശുദ്ധി, വ്യത്യാസമുള്ള വേർപാട്. സ്തോത്രം. ഇപ്പോൾ വ്യക്തമായോ? സ്തോത്രം. അപ്പോൾ ദൈവം എക്കാലത്തുമുള്ള വിശുദ്ധന്മാരോട് ആവശ്യപ്പെടുന്നത് എന്താണ്? വേർപെടുക, വിട്ടുപോരുക. വേർപാടിന്റെ ഉപദേശം വേദപുസ്തകത്തിൽ വളരെ ശക്തമാകട്ടോ. അതിനാണ് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള കാര്യങ്ങളെ ഒന്ന് എടുത്തു പറഞ്ഞത്. സ്തോത്രം. ഒന്നും കൂടെ പറയണോ? എങ്ങനെ വ്യത്യസ്തത കീപ്പ് ചെയ്യാൻ പറ്റും പാസ്റ്റർ? അറിയാം ഹോളിനെസ്, വിശുദ്ധി, അതല്ലാതെ വ്യത്യസ്ത. സാധാരണ ഞാൻ പറയാറുള്ളത് പോലെ, എൻ്റെ മോനെ ഞാൻ സ്കൂളിൽ വിട്ടു. അവനൊന്നും പഠിക്കുന്നില്ല. ഞാൻ സ്കൂള് മാറ്റാൻ തീരുമാനിച്ചു. ഞാൻ അവൻ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ നിന്ന് TC വാങ്ങി മറ്റൊരു സ്കൂളിലാക്കി. 1 വർഷമോ 2 വർഷമോ ഞാൻ അവനെ അവിടെ പഠിപ്പിച്ചു. അപ്പോഴാ പഴയ സ്കൂളിലെ പ്രിൻസിപ്പൽ ഒരിക്കൽ എന്നെ കണ്ടപ്പോ ചോദിച്ചു, ആട്ടെ മോനിപ്പം എങ്ങനെയുണ്ട് പഠിക്കാനൊക്കെ? ഓ, എന്താ പറയാനാ സാറേ, അതുപോലെ തന്നെ ഇരിക്കുന്നു. അപ്പോൾ വേർപെട്ടു. പഴയ സ്കൂളിൽ നിന്ന് മാറ്റി വേർപാട് അനുഷ്ഠിച്ചു. പക്ഷെ എന്തുണ്ടായില്ല അവിടെ? മാറ്റം ഉണ്ടായില്ല. മാറ്റം ഉണ്ടായില്ല, വ്യത്യാസം ഉണ്ടായില്ല. നമ്മള് ഈ പറയുന്നത് പോലെ നാട് വിട്ടു, വീട് വിട്ടു, നാമധേയ കൂട്ടം വിട്ടു. പക്ഷെ അവിടെ വെച്ച് നമുക്കില്ലാതിരുന്ന എന്ത് വ്യത്യാസം ഇപ്പോഴുണ്ട്? 2, ഇപ്പോഴും അവിടെ നിൽക്കുന്നവർക്ക് ഇല്ലാത്ത എന്ത് വ്യത്യാസം നമ്മിലുണ്ട്? അത് വേണമല്ലോ. അപ്പം അതാണ് ഈ 4 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത്. വേദപുസ്തകം പറയുന്ന ശക്തി വിശുദ്ധമാണ്. എന്തെങ്കിലും കുറച്ച് പെർഫോമൻസ് നടത്തിയിട്ട് കാര്യമില്ല. കുറെ അത്ഭുതങ്ങൾ, സൗഖ്യം, ഇതൊക്കെ നടത്തിയിട്ട് കാര്യമില്ല. അത് ദൈവീക ശക്തിയാണെങ്കിൽ അതിന് അടിസ്ഥാനപരമായിരിക്കുന്ന ഘടകം വിശുദ്ധിയാണ്. Our God himself is majestic because of his holiness. അത് തന്നെയാണ് നമ്മുടെ ദൈവത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. Uniqueness of our God of the Bible is holiness. Exodus 15:11, പുറപ്പാട് 15:11 നമ്മൾ വായിക്കുന്നു, വിശുദ്ധിയിൽ മഹിമയുള്ളവനെ നാം മലയാളത്തിൽ. അതിന് ശരിയായ അർത്ഥം വിശുദ്ധി നിമിത്തം മഹത്വമുള്ളവനെന്ന്. അപ്പോൾ ദൈവീക ശക്തിക്ക് അടിസ്ഥാനം വിശുദ്ധിയാണ്. വിശുദ്ധിക്ക് എന്താവശ്യമുണ്ട്? വേർപാട് ആവശ്യമുണ്ട്. വേർപാട് അനുഷ്ഠിക്കുന്നെങ്കിൽ എന്തു കൂടിയേ തീരൂ? വ്യത്യസ്തത അല്ലെങ്കിൽ വ്യത്യാസം. അങ്ങനെയുള്ള ഒരു
വ്യത്യാസമാണ്, ഡിഫറൻസ് ആണ് നമ്മിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്, ലോകം പോലും ആഗ്രഹിക്കുന്നത്. വ്യക്തമാണോ? ഇത് വ്യക്തമായോ? ഈ 4 കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്ത് പറഞ്ഞു വിട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് ഒഴുക്കൽ ഇതിൽ പറഞ്ഞു വിട്ടത്. സ്തോത്രം. യാ, യെസ്, ഓഫ് കോഴ്സ്. വിശുദ്ധി എന്ന് പറയുന്നത്, പാപമെന്ന് പറയുന്നത് കുറച്ച് കർമ്മങ്ങളല്ല. ദാറ്റ് ഈസ് ആൻ ഇന്നേറ്റ് നേച്ചർ. പാപം കുറെ ഡീഡ്സ് അല്ല, അത് നമ്മിൽ അന്തർലീനമായ സ്വഭാവമാണ്. ഇതുപോലെ വിശുദ്ധി എന്ന് പറയുന്നത് ബാഹ്യമായ ചില ചെയ്തികൾ, കർമ്മങ്ങളല്ല, അതും അന്തർലീനമായ സ്വഭാവമായി മാറണം. സ്തോത്രം. So holiness, just as sin is not doing something or some specific deeds or works. Doing this is holiness, doing this is holiness. No. It should be our innate nature and also our utmost desire and longing. ഇപ്പൊ പാപം നമ്മള് വേറെ ഒന്നും ചെയ്യാതെ തന്നെ ജന്മനാൽ കിട്ടുന്നു. അത് നമ്മുടെ അകത്ത് ഒരു സ്വഭാവമായി രൂപപ്പെടും. അകത്ത് കിടപ്പുണ്ട്, അത് എപ്പോഴും ഉണ്ട്. അത് മണ്ണിന്റെ മക്കൾ വാദം പോലെ അകത്തുണ്ട്. ഒരു കർമ്മം ചെയ്താലും ഇല്ലെങ്കിലും പാപം നമ്മുടെ അകത്ത് കിടപ്പുണ്ട്. ഇതുപോലെ വിശുദ്ധി നമ്മൾ എന്തെങ്കിലും ഇന്നതൊക്കെ ചെയ്യുന്നതാണെന്ന് ധരിക്കരുത്. അത് നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറും. അത് നമ്മുടെ അത്യധികമായ അഭിലാഷമായി തീരണം, നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമായി തീരണം. ഞാൻ ഇന്നും എനിക്ക് കുറെ സമയം ഇന്ന് ബൈക്ക് ഓടിക്കേണ്ടി വന്നു. ഞാനിങ്ങനെ 1.5 മണിക്കൂറെങ്കിലും ഒരു സൈഡിലേക്ക് ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ ഞാൻ ഇന്ന് തിരിച്ചു വരുന്ന വഴിക്ക് കർത്താവിനോട് ഇങ്ങനെ സംസാരിച്ച് ചോദിച്ച, കർത്താവേ, അങ്ങയുടെ വചനം പറയുന്നത് പോലെ ലോകത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യന് എത്രമാത്രം വിശുദ്ധനാകാൻ കഴിയുമോ ആ വിശുദ്ധിയുടെ അളവിലേക്ക് എന്നെ എത്താൻ അങ്ങ് സഹായിക്കത്തില്ലേ കർത്താവേ എന്ന് ചോദിച്ചു. കുറെ ഉള്ളുനൊന്ന് ദൈവത്തോട് ചോദിച്ച ഒരു ചോദ്യ. നമ്മുടെ ലക്ഷ്യം, നമ്മുടെ അടങ്ങാത്ത ആഗ്രഹം, അൺക്വഞ്ചബിൾ ക്വസ്റ്റ് എന്തായിരിക്കണം? അത് ഈ വിശുദ്ധിയായിട്ട് മാറണം. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ സ്വാഭാവികമായി നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ചെയ്തികളും നമ്മുടെ വാക്കുകളും എല്ലാം വിശുദ്ധമായിട്ട് തന്നെ വരും. ഒരു മീൻ ചന്തയിൽ പോയിട്ട് മീൻ തൊടണ്ട, മീൻ വാങ്ങണ്ട, അല്പനേരം അവിടെ നിന്ന് കറങ്ങി അവിടേക്ക് നിന്നിട്ട് പുറത്തിറങ്ങി വന്നാൽ അപ്പോഴേ ആൾക്കാർ ചോദിക്കും, ചന്തയിൽ പോയിട്ട് വരികയെന്നോ? മീൻ ചന്തയിൽ പോയിട്ട് നമ്മൾ തൊട്ടുപോലില്ല. അതുപോലെ ഒരു പെർഫ്യൂം വിൽക്കുന്ന സ്ഥലത്ത് ചെന്ന് ഒന്ന് നമ്മള് ദേഹത്തൊന്നും പുരട്ടണ്ട, കുറച്ചു നേരം ആ ഒരു മുറിയിൽ നിന്നാ മതി. ഇറങ്ങി വരുമ്പോൾ നമ്മിൽ ആ സുഗന്ധമുണ്ടാകും. സ്വാഭാവികമായി നമ്മിൽ നിന്നും പാപമായാലും പുറത്തു വരും, വിശുദ്ധിയായാലും പുറത്തു വരും. സ്വാഭാവികമായി നമ്മിൽ നിന്നും പുറത്തു വരുന്നത് എന്തായിരിക്കണം? വിശുദ്ധമായിരിക്കണം. സ്തോത്രം. പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞതുപോലെ ഒരാൾ വന്ന് കുലുക്കി, എൻ്റെ കയ്യിൽ ഒരു കപ്പ് കുലുക്കിയപ്പം എൻ്റെ ദേഹത്തൊരൽപ്പം വീണു. അത് കാപ്പിയായിരുന്നു.
ഒരാൾ ചോദിച്ചു, എന്താ കപ്പ് കുലിക്കൊപ്പം കാപ്പി വീണത്, ചായ വീഴാഞ്ഞത് എന്താ? നല്ല താത്വികമായ ഫിലോസഫിക്കലായി ചോദ്യം. ഉത്തരവും ഫിലോസഫിക്കലാ. ഇതിനകത്തുണ്ടായിരുന്നത് ചായ അല്ല, കാപ്പിയാ. അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മുടെ അകത്തെന്താ, പാപമാണോ വിശുദ്ധമാണോ എന്നറിയാൻ വേണ്ടി തമ്പുരാൻ ചിലപ്പോൾ നമ്മളെ ഒന്ന് ഷെയ്ക്ക് ചെയ്യും, ചിലപ്പോ ഒന്ന് സ്ക്വീസ് ചെയ്യും, ചിലപ്പോ ഒന്ന് ഞെക്കും. എന്തുവാ പുറത്തു വരാറുള്ളത്? സ്തോത്രം. വിശുദ്ധമായതയാകാവൂ, സ്വാഭാവികമായി. സ്തോത്രം. വ്യക്തമായി കാണുമല്ലോ. സ്തോത്രം. ഒരു ചോദ്യം അങ്ങനെ വന്നതുകൊണ്ട് ഞാൻ അത്രയും പറഞ്ഞത്. അപ്പോൾ 4-ാമത്തെ വാക്യത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി. നമുക്കും വേർപാടനുഷ്ഠിക്കേണ്ട എല്ലാ മേഖലകളിലും വേർപാടനുഷ്ഠിച്ച് വ്യത്യാസമുള്ള വേർപാടുള്ള വിശുദ്ധിയും വിശുദ്ധിയുള്ള ശക്തിയുമുള്ളവരായി നമുക്ക് മുൻപോട്ട് പോകുവാനും കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കുവാനും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അല്പസമയം നീണ്ടുപോയതിൽ ക്ഷമാപണം നടത്തിയും വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.